സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വിഹരിച്ചത് ഉന്നതരുടെ ആശീർവാദത്തോടെയെന്ന് ഹൈക്കോടതി. അന്വേഷണം ഉന്നതരിലേക്ക് നീളണമെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞു. സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളായ എസ് ജയശ്രീ, എസ് ശ്രീകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യം തള്ളിയ ഉത്തരവിലാണ് കോടതിയുടെ പരാമർശം. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, വെരി ഗുഡ് മോർണിംഗ്. ഇക്കാര്യത്തിൽ ഒരാളല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല, അയാൾക്ക് പിന്നിൽ വൻ തോക്കുകളുണ്ടെന്ന പരാമർശമാണ് കോടതി നടത്തിയിരിക്കുന്നത്. ഒരു പൂജാരിയോ സഹപൂജാരിയോ ഒന്നും അല്ലാത്ത ഒരു വ്യക്തി എങ്ങനെ ശബരിമലയിലെ ഒരു അധികാര കേന്ദ്രമായി എന്നൊരു ചോദ്യവും കോടതി ഉന്നയിച്ചല്ലോ. ഗുഡ് മോർണിംഗ് ഹാഷ്മി ക്രിസ്റ്റീന. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശമാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ കേസ് പരിഗണിക്കുന്നത് ദേവസ്വം ബെഞ്ചായിരുന്നു. ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷ വിമർശനങ്ങളൊക്കെ നമ്മൾ നേരത്തെ കേട്ടതാണ്. ഇതിപ്പോൾ ഇന്നലെയാണ് ഈ കേസിലെ 4ഉം 6ഉം പ്രതികളായ എസ് ജയശ്രീയുടെയും എസ് ശ്രീകുമാറിന്റെയും ജാമ്യ ഹർജി തള്ളിയത്. ആ ജാമ്യ ഹർജി തള്ളിയ ഉത്തരവിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ പ്രധാനപ്പെട്ട നിരീക്ഷണമുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സ്വതന്ത്രമായി വിഹരിച്ചതിന് പിന്നിൽ ചില ഉന്നതരുടെ ആശീർവാദമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത്. ആ പശ്ചാത്തലത്തിൽ അന്വേഷണം കുറച്ചുകൂടി വൈഡർ സെൻസിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. ബിഗ് ഗൺസ് എന്നൊരു വാക്കും ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് അന്വേഷണം വൻ തോക്കുകളിലേക്ക് എത്തേണ്ടതുണ്ട് എന്നാണ് ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണം. ഇനി അത് ആരൊക്കെയാണ് എന്ന കാര്യത്തിലൊന്നും ഒരു കോടതി ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. എന്നാൽ പോലും കോടതിക്ക് വളരെ കൃത്യമായ ധാരണയുണ്ട്. കേവലം ഈ പറയുന്ന ദേവസ്വം ഒഫീഷ്യൽസോ താഴേക്കിടയിലോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ വിചാരിച്ചാൽ മാത്രം ശബരിമലയിൽ നിന്ന് ഇത്രയേറെ വലിയൊരു ലൂട്ടിംഗ് നടത്താനാകില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം, അല്ലെങ്കിൽ കോടതിയുടെ ഒരു നിഗമനം. ആ പശ്ചാത്തലത്തിലാണ് ബിഗ് ഗൺസ് എന്ന വാക്ക് കോടതി ഉപയോഗിക്കുകയും അവരിലേക്ക് അന്വേഷണം എത്തണം എന്ന് കോടതി ഇപ്പോൾ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത്. ക്രിസ്റ്റീന, ഹാഷ്മി. പത്മകുമാറിന് മുകളിൽ ഒരു വൻതോക്കുണ്ട് എന്ന് കോടതി സംശയിക്കുന്നുണ്ടോ വിഷ്ണു? ഹാഷ്മി, സ്വാഭാവികമായി അങ്ങനെ ഒരു സംശയമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പത്മകുമാറിന്റെ അറസ്റ്റെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ രേഖകൾ കോടതിക്ക് മുമ്പാകെ തന്നെ ഉണ്ട്. 1 മുതൽ എത്ര പ്രതികൾ വരെ ഉണ്ട് എന്ന ലിസ്റ്റ് കോടതിക്ക് മുമ്പാകെ ഉണ്ട്. അതെല്ലാം പരിശോധിച്ച ശേഷമാണ് കോടതി പറയുന്നത് ഇനിയും അന്വേഷണം വൈഡർ സെൻസിലേക്ക് മാറാനുണ്ട്, വൻ തോക്കുകളിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട് എന്ന്. സ്വാഭാവികമായും കോടതിക്ക് ചില വിവരങ്ങളൊക്കെ കോടതിയുടെ പക്കലോ അല്ലെങ്കിൽ മനസ്സിലോ ഒക്കെ ഉണ്ടാകും. ആ പശ്ചാത്തലത്തിലാണ് പത്മകുമാറിന് അപ്പുറത്തേക്ക് ആരൊക്കെ ഉണ്ട് എന്നൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി വൻ തോക്കുകൾ എന്ന വാക്ക് തന്നെ കോടതി ഉപയോഗിച്ചിട്ടുള്ളത്. SIT ഇതിനെങ്ങനെ സ്വീകരിക്കും, ഏത് ഘട്ടത്തിലേക്ക് ഇനി അന്വേഷണം വൈഡർ സെൻസിലേക്ക് മാറ്റും എന്നുള്ളതും ശ്രദ്ധേയമായിരിക്കും. എന്തായാലും നിലവിൽ SIT സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യം ഈ 2 പേരെ കൂടി ചോദ്യം ചെയ്യാൻ പറ്റുന്നു. ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എടുക്കുന്നു. അങ്ങനെ വൻതോക്കുകളിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവരുടെ അന്വേഷണം ഇങ്ങനെ കാര്യക്ഷമമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ദേവസ്വം ബെഞ്ച് ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഒരു പരാമർശങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. അന്വേഷണം നിർണായക ഘട്ടത്തിലാണ്, ഞങ്ങൾ ഈ വിഷയത്തിൽ നിലവിൽ ഇടപെടുന്നില്ല എന്നാണ് ദേവസ്വം ബെഞ്ച് പറഞ്ഞത്. പക്ഷേ സിംഗിൾ ബെഞ്ച് ഒരുപടി കൂടി കടന്ന് പറയുകയാണ് ബിഗ് ഗൺസ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അവരിലേക്ക് അന്വേഷണം പോകണമെന്ന്. ഹാഷ്മി. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.